നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേരളത്തിലെ അവസ്ഥ അതിദയനീയമായിട്ട് മുന്നോട്ടു പോകുന്നു എന്നുള്ളതാണ് വാർത്തകൾ ഓരോന്നും പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. നമുക്കറിയാം, കൊലപാതക വാർത്തകൾ ഓരോ ദിവസവും വ്യത്യസ്ത തരമായിട്ടാണ് ഇന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് നിന്നും ഇതേ രീതിയിൽ ഒരു സമാന രീതിയിലുള്ള വാർത്ത പുറത്തു വരുന്നു. ഭാര്യയെ വെട്ടി കൊലപ്പെടുത്തിയ മധ്യവയസ്കൻ രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നുള്ള വാർത്ത. അതിദയനീയമായിട്ടുള്ള അവസ്ഥയാണ് ആ ഒരു വീടും പരിസരവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. കോഴിക്കോട് കൊയിലാണ്ടിക്കടുത്ത് പൊഴിൽക്കാവ് എന്ന് പറയുന്ന സ്ഥലത്താണ് സംഭവം നടക്കുന്നത്. മധ്യവയസ്കയെ വീടിനുള്ളിൽ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. ഇവരെ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിൽ നാട്ടുകാരാണ് കണ്ടെത്തുന്നത്. ബീച്ചിനടുത്ത്, പൊഴിൽക്കാവ് ബീച്ചിനടുത്ത് 4 സെന്റ് കോളനിയിലെ കുട്ടികൃഷ്ണന്റെ ഭാര്യ 55 വയസ്സുകാരിയായിട്ടുള്ള സുധയാണ് ഇത്തരത്തിൽ കൊല്ലപ്പെട്ടത്. വീടിനോട് ചേർന്ന് ഷെഡിന്റെ ഉള്ളിൽ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന നിലയിലായിരുന്നു ഇവരുടെ മൃതദേഹം. ഇത് സമീപത്ത് വാക്കത്തിയും രക്തവും ഒക്കെ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പ്രദേശവാസികൾക്ക് തോന്നിയ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധനകൾ നടത്തിയപ്പോഴാണ് ഇത്തരമൊരു കൊലപാതകം നടന്നത് നാട്ടുകാർ അറിയുന്നത് പോലും. സുധ വെട്ടേറ്റു കിടക്കുന്നത് ആദ്യം കണ്ടത് തൊഴിലുറപ്പ് തൊഴിലാളികളാണെന്നാണ് വിവരം. സുധയും തൊഴിലുറപ്പ് തൊഴിലാളിയായിരുന്നു എന്നതും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഇവരുടെ വീടിന്റെ പ്രവൃത്തി അല്ലെങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടിലായിരുന്നു ജോലി അന്നുണ്ടായിരുന്നത്. ഇതിന്റെ ഭാഗമായി വീടിന്റെ ഫോട്ടോ എടുക്കാനായി വന്ന സുധയെ വിളിച്ചിട്ട് മറുപടി ഇല്ലാതായതോടെ ഇവർ താമസിക്കുന്ന ഷെഡിൽ നോക്കിയ സമയത്താണ് ഇത്തരത്തിൽ രക്തവും വാക്കത്തിയും ഒക്കെ കാണുന്നതും കൊലപാതകം നടന്നു എന്നുള്ള വിവരം നാട്ടുകാർ മനസ്സിലാക്കുന്നതും. ഇതേ തുടർന്ന് വാർഡ് മെമ്പറെ വിവരം അറിയിക്കുകയായിരുന്നു ഇവർ. അദ്ദേഹം പോലീസിനെ വിവരം അറിയിച്ചതോടുകൂടെ ഉടൻ തന്നെ പോലീസ് സംഭവ സ്ഥലത്തെത്തി അന്വേഷണം നടത്തുകയായിരുന്നു. ഭർത്താവ് കുട്ടികൃഷ്ണനും കൊല്ലപ്പെട്ട സുധയും തമ്മിൽ പതിവായി വഴക്കിടാറുണ്ടായിരുന്നു എന്നാണ് അയൽവാസികളുടെ വെളിപ്പെടുത്തൽ. കുട്ടികൃഷ്ണൻ സ്ഥിരം മദ്യപിക്കുന്ന ഒരാളാണ്. സംഭവ സമയത്ത് വീട്ടിൽ 2 പേരും മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അയൽവാസികൾ വ്യക്തമാക്കുന്നു. സുധയുടെ ഭർത്താവിനെ അതിനുശേഷം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ കൊലപാതകം നടത്തിയത് ഇയാളാണോ എന്നുള്ള സംശയങ്ങൾ ഉണ്ട്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണ് പോലീസ്. മരംമുറി കുട്ടികൃഷ്ണൻ എന്നറിയപ്പെടുന്ന ഇയാൾ കൂലിപ്പണിക്ക് പോയിട്ടാണ് ജീവിച്ചിരുന്നത്. മിക്ക സമയത്തും ഇയാൾ മദ്യലഹരിയിലായിരുന്നു എന്നാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. കുട്ടികൃഷ്ണൻ പോകാൻ സാധ്യതയുള്ള കള്ളു ഷാപ്പുകളിലും മറ്റു സ്ഥലങ്ങളിലും എല്ലാം തന്നെ പോലീസും നാട്ടുകാരും വ്യാപകമായ തിരച്ചിൽ നടത്തിയിട്ടുണ്ടെങ്കിലും ഇതുവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ എത്രയും പെട്ടെന്ന് വിവരം അറിയിക്കണമെന്നുള്ളതാണ് പോലീസിന്റെ ഇപ്പോഴത്തെ അഭ്യർത്ഥന. ഡോഗ് സ്ക്വാഡ് പരിശോധന നടത്തിയതിൽ കൊലപാതകം നടന്ന വീട്ടിൽ നിന്നും 500 മീറ്റർ അകലെ പോയി നിൽക്കുകയായിരുന്നു എന്നാണ് വിവരം. കോഴിക്കോട് റൂറൽ SP മെറിൻ ജോസഫ്, വടകര DYSP കെ സനിൽകുമാർ, സ്പെഷ്യൽ ബ്രാഞ്ച് DYSP സുനിൽകുമാർ എന്നിവരാണ് സംഭവസ്ഥലത്തെത്തി അന്വേഷണത്തിന്റെ നേതൃത്വം നൽകുന്നത്. കഴുത്തിലാണ് ഇവർക്ക് വെട്ടേറ്റിരിക്കുന്നത് എന്നാണ് വ്യക്തമാക്കുന്നത്. കോഴിക്കോട് റൂറൽ SP മെറിനാണ് ഈ വിഷയങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുലർച്ചെയാണ് സംഭവം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. രക്തം കട്ട പിടിച്ച അവസ്ഥയിലാണ് ബോഡി ഉണ്ടായിരുന്നത്. കുട്ടികൃഷ്ണനും സുധയും തമ്മിൽ നിരന്തരം വാക്കുതർക്കങ്ങൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അത് തന്നെയായിരിക്കാം ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നാണ് സൂചന. ഇവർ തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായതിന്റെ ലക്ഷണങ്ങളും സ്ഥലത്തുണ്ടായിരുന്നു എന്ന് SP വ്യക്തമാക്കി. മരിച്ച സുധയുടെ കയ്യിൽ ഒരു സ്ക്രൂ ഡ്രൈവർ ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് നിന്ന് വെട്ടാൻ ഉപയോഗിച്ച വാക്കത്തിയും കണ്ടെത്തി. പ്രതിയായ കുട്ടികൃഷ്ണൻ ഇതിനു മുൻപും ഭാര്യയുമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുള്ള വ്യക്തിയാണെന്ന് നാട്ടുകാരും പറയുന്നു. കൂലിപ്പണി ചെയ്ത് കിട്ടുന്ന വരുമാനം മുഴുവൻ ഇയാൾ കള്ളു ഷാപ്പിൽ ദൂർത്തടിച്ചു കളയുന്ന വ്യക്തിയാണ്. കള്ളു കുടിച്ചും ഷാപ്പിലും കവലയിലും ഒക്കെ ആളുകളുമായി പ്രശ്നമുണ്ടാക്കുന്ന ഒരു വിനോദക്കാരനാണ് ഇയാൾ എന്നും പറയുന്നുണ്ട്. കുട്ടികൃഷ്ണന് സാമ്പത്തികമായി ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നും കള്ളു കുടിക്കാൻ പൈസയില്ലാത്ത സന്ദർഭങ്ങളിൽ ഭാര്യയുമായി വഴക്കിടാറുണ്ടായിരുന്നു എന്നുമാണ് നാട്ടുകാരുടെ വെളിപ്പെടുത്തൽ. കുട്ടികൃഷ്ണനായുള്ള തിരച്ചിൽ പുരോഗമിക്കുകയാണ് എന്തായാലും എന്നാണ് വിവരം. ഉടൻ പ്രതിയെ പിടികൂടുമെന്ന് പോലീസ് വ്യക്തമാക്കി. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണ്. പ്രതിയെ പിടികൂടിയതിനു ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. കുട്ടികൃഷ്ണനും ഭാര്യ സുധയും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ് എന്നുള്ളതാണ് ഇവിടെ ഏറെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ജാതി പ്രശ്നങ്ങൾ നിലനിന്നതിനാൽ സുധയുമായും സുധയുടെ കുടുംബവുമായിട്ടും കുട്ടികൃഷ്ണൻ നിരന്തരം പ്രശ്നങ്ങളിൽ ഏർപ്പെടാറുള്ള ഒരു വ്യക്തിയായിരുന്നു. എന്തായാലും എത്രമാത്രം പ്രണയം ഉണ്ടായിരുന്നു, എത്രമാത്രം സന്തോഷത്തോടെയുള്ള കുടുംബമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പോൾ പലരും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ എടുത്തു ചാടി കൊലപാതകം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്നു എന്നുള്ള വളരെ ദാരുണമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. എന്തായാലും ഇയാൾക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഇപ്പോൾ പുരോഗമിക്കുന്നു എന്നാണ് സൂചന.